ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ പലരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ടെലക്കിലെ എക്സാം എപ്പോഴായിരിക്കും ഉണ്ടാവുക, അതേപോലെ സിലബസ് എന്തായിരിക്കും എന്നുള്ള കാര്യം. ഓൾറെഡി അവിടെ KPSRB ഇന്ത്യ ഒക്ടോബർ മാസത്തെ ഷെഡ്യൂൾ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബർ മാസത്തെ ഷെഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടെലക്കിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ബാക്കി കുറച്ച് എക്സാംസിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ ആദ്യം ഒരു അഡീഷണൽ എക്സാം പ്രോഗ്രാം എന്നുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യം അറിയില്ല. എനിവേ ആസ് ഓഫ് നോ എന്ത് അവർ അവിടെ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെ എന്താ സിലബസ് അവിടെ ഔട്ട് ആയിട്ടുണ്ട്. സിലബസ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, എനിക്ക് ജൂനിയർ എഞ്ചിനീയർ ട്രെയിനി അല്ല, ജൂനിയർ എഞ്ചിനീയർ ട്രെയിനി ടെൽക്ക്. അപ്പൊ അതിൽ ഡീറ്റെയിൽഡ് സിലബസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവരവിടെ മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മൊഡ്യൂൾ വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ല. അത് ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അതിലാണ് നമ്മുടെ സർക്യൂട്ട്സ്, നെറ്റ്വർക്ക്, അതേപോലെ ഇലക്ട്രിസിറ്റി. നമ്മൾ ഡിപ്ലോമ ലെവൽ എക്സാംസ് നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം, അതായത് ഏറ്റവും ആദ്യം നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട്സ്, സർക്യൂട്ട് ലോ, പിന്നെ നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് ഇവിടെ ആഡ് ആക്കി വെക്കുന്നത്. ഏറ്റവും ആദ്യം നമ്മളുടെ കറണ്ട് എന്താണ്, വോൾട്ടേജ് എന്താണ്, റെസിസ്റ്റർ എന്താണ്, പവർ എന്താണ്, അതിന്റെ ഡെഫിനിഷനും അതിന്റെ യൂണിറ്റും, അതേപോലെ ഓംസ് ലോ, പിന്നെ AC/DC സർക്യൂട്ട് കമ്പാരിസൺസ്, പിന്നെ AC ഫണ്ടമെന്റൽസ്, പിന്നെ ലോസ് ഓഫ് കാര്യങ്ങൾ, അതായത് ഫാരഡേസ് ലോ, അതേപോലെ മാഗ്നറ്റിസം, കൺസെപ്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, ഇലക്ട്രോമാഗ്നറ്റിസം, അതേപോലെ ലെൻസസ് ലോ, ഒക്കെ അതൊക്കെയാണ് അവിടെ ആഡ് ആക്കിയിരിക്കുന്നത്. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, പിന്നെ കപ്പാസിറ്റേഴ്സ് എന്താണ്, എനർജി സ്റ്റോർഡിന്റെ കപ്പാസിറ്റർ, അതൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളുടെ എന്താ നെറ്റ്വർക്ക് സർക്യൂട്ട്സിലേക്ക് വരുവാണെങ്കിൽ കിർച്ചോഫ് ലോ, നെറ്റ്വർക്ക് തിയറംസ് എല്ലാം നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർപോസിഷൻ തിയറം, തെവനിൻസ് തിയറം, നോർട്ടൺസ് തിയറം എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം പവർ ട്രാൻസ്ഫറും കൂടെ അവിടെ പഠിക്കാം. ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, ജൂൾസ് ലോ, പിന്നെ വീണ്ടും ബേസിക് ഫണ്ടമെന്റൽസിലേക്ക് തന്നെ വന്നു അവിടെ. ഓക്കെ, അതവിടെ റെസൊണൻസ്, പിന്നെ നമ്മൾ വേവ് ഫോംസ്, സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ മൊഡ്യൂൾ അവർ പറഞ്ഞിട്ടുള്ളത് മെഷർമെന്റ്സും സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഏറ്റവും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് മെഷർമെന്റ്സ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ്, അതേപോലെ ക്ലാസിഫിക്കേഷൻ, ടൈപ്സ്, ഡിഫറെന്റ് ടൈപ്സ്. ഓക്കെ, പിന്നെ നമ്മളെ ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യുന്നത്, ഡിഫറെന്റ് മെത്തേഡ്സ്, പിന്നെ ഡൈനാമോമീറ്റർ ടൈപ്പ് മീറ്റർ, സിംഗ്രോസ്കോപ്പ്, ഒക്കെ ഡിജിറ്റൽ ഫ്രീക്വൻസി മീറ്റർ, തെർമോകപ്പിൾ, തെർമിസ്റ്റർ, ഡിജിറ്റൽ ടാക്കോമീറ്റേഴ്സ് എക്സെട്ര. പിന്നെ സ്വിച്ച് ഗിയർ പ്രൊട്ടക്ഷൻ എന്താണ്, അതിന്റെ നെസസിറ്റി എന്താണ്, പിന്നെ കറന്റ് ലിമിറ്റിംഗ് റിയാക്ടേഴ്സ്, പിന്നെ ഫ്യൂസസ്, പിന്നെ സർക്യൂട്ട് ബ്രേക്കേഴ്സ്, റിലേസ്, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോൾട്സ്, പ്രൊട്ടക്ഷൻ സ്കീം, അതൊക്കെയാണ് അവിടെ പറഞ്ഞത്. പിന്നെ മൂന്നാമത്തെ മൊഡ്യൂളായിട്ട് അവർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബേസിക് ഇലക്ട്രോണിക്സ്, ഡയോഡ്, എലമെന്റ്സ്, കമ്പോണൻസ് കാര്യങ്ങൾ, പിന്നെ ട്രാൻസിസ്റ്റേഴ്സ്, ഡയോഡ്, ഓക്കെ, പിന്നെ ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ്, ഒപ്പാമ്പ്, പിന്നെ നമ്മളുടെ പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആയിട്ടുള്ള മോസ്ഫെറ്റ്, IGBT, GTO, LSR, UJT എല്ലാം അവിടെ ഡീറ്റെയിൽ ആയിട്ട്, ട്രാക്ക് എല്ലാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ, ഡിസൈൻ എസ്റ്റിമേഷൻ കോസ്റ്റിംഗിൽ പറയുന്ന പോലെ, ഓക്കെ, ഇല്ലുമിനേഷൻ, പിന്നെ അവിടെ റൂൾസ് കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റൂൾസ് കാര്യങ്ങൾ. പിന്നെ അവിടെ അഞ്ചാമത്തെ മൊഡ്യൂളായിട്ട് അവിടെ ഇലക്ട്രിക്കൽ മെഷീൻസ് പറഞ്ഞിട്ടുണ്ട്. DC മെഷീൻസ്, സിംഗ്രണസ് മെഷീൻസ്, ട്രാൻസ്ഫോമേഴ്സ്, ഓക്കെ, എല്ലാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവരവിടെ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ ഇലക്ട്രിക്കൽ മെഷീൻസ്, ഓക്കെ. പിന്നെയാണ് എന്താ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറഞ്ഞ സംഭവം അവിടെ വന്നേക്കുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾസ് കണ്ടല്ലേ, ബെനിഫിറ്റ്സ് ഓഫ് EV, BEV, HEV എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത കുറച്ച് സബ്ജക്റ്റ് ഉള്ള സംഭവങ്ങളാണ്. ഓക്കെ, ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയിട്ട്, ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനെ പറ്റിയിട്ട്, പിന്നെ എനർജി സോഴ്സ് ആൻഡ് മാനേജ്മെന്റ്, ഇതിൽ കുറച്ച് മാനേജ്മെന്റ് സബ്ജക്റ്റുകൾ കുറച്ച് പഠിക്കാനുണ്ട്. റിന്യൂവബിൾ എനർജി സോഴ്സ് കാര്യങ്ങൾ, റിന്യൂവബിൾ എനർജി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എനർജി കൺസർവേഷൻ, മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റ്. ഇതൊന്നും നിങ്ങൾ ഡിപ്ലോമ ലെവലിലൊന്നും ഇപ്പോഴത്തെ സിലബസിൽ ഉണ്ടോ എല്ലാവരും അറിയില്ല. ഇതാണ് കുറച്ചുകൂടി എക്സ്ട്രാ എന്നുള്ള രീതിയിൽ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഡിപ്ലോമ ലെവൽ എക്സാംസിന് ഈ ഒരു രീതിയിൽ 5 മൊഡ്യൂളായിട്ടാണ് അവര്, സോറി 6 മൊഡ്യൂളായിട്ടാണ് അവർ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോ ജസ്റ്റ് ഞാൻ ഇതിന്റെ സിലബസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം. അപ്പൊ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, കയറി കാണാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.